ഓഫീസിൽ പാലിക്കേണ്ട മര്യാദകൾ ഇന്നത്തിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഒരു ഓഫീസിൽ നമ്മൾ പാലിക്കേണ്ട ചില മര്യാദകളെ പറ്റിയിട്ടാണ്. ഒട്ടും സമയകാലമായി തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഹെഡ്ഫോൺ ഉപയോഗിക്കാതെ വോയിസ് നോട്ട് അല്ലെങ്കിൽ റീൽ പ്ലേ ചെയ്യുന്നത് പലരും ചെയ്യുന്ന ഒരു തെറ്റ് തന്നെയാണ്. ഓഫീസിൽ ഇരുന്ന് അമിതമായി ശബ്ദത്തിൽ വീഡിയോകളും മറ്റും പ്ലേ ചെയ്യുന്നത് ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ വോയിസ് നോട്ടൊക്കെ പ്ലേ ചെയ്യുന്ന സമയത്ത് വളരെ അധികം സൗണ്ട് വെച്ച് ചെയ്യാൻ പാടില്ല. പറ്റുമെങ്കിൽ സൗണ്ട് കുറച്ച് കേൾക്കുക, അല്ലെങ്കിൽ ഹെഡ്ഫോൺ പോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാനായി ശ്രമിക്കുക. ഓഫീസ് ഗോസിപ്പിൽ നിന്നും പരമാവധി ഒഴിഞ്ഞു നിൽക്കുക. ഓഫീസിൽ ഇരുന്നു കൊണ്ട് മറ്റുള്ളവരെ കുറ്റം പറയുന്ന തരത്തിലുള്ള ചർച്ചകളിൽ നിന്നും പരമാവധി ഒഴിഞ്ഞു നിൽക്കുക. നേരിയ തോതിൽ മാത്രം പെർഫ്യൂം ഉപയോഗിക്കുക. അമിതമായി പെർഫ്യൂം ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ ഒരിക്കലും തന്നെ പെർഫ്യൂം ഉപയോഗിക്കാൻ പാടില്ല. എപ്പോഴും നേരിയ തോതിൽ മാത്രം പെർഫ്യൂം ഉപയോഗിക്കുക. ഓഫീസ് സാധനങ്ങൾ വ്യക്തിപരമായി ഉപയോഗിക്കരുത്. ഒരിക്കലും ഓഫീസിലെ വസ്തുക്കൾ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. ഒരിക്കലും നല്ല ശീലമല്ല. പരമാവധി വിനയത്തോട് മാത്രം എല്ലാവരോടും പെരുമാറുക. അതിപ്പോൾ കസ്റ്റമറായാലും സഹപ്രവർത്തകരായാലും എപ്പോഴും വിനയത്തോടു കൂടി മാത്രം സംസാരിക്കാനായി ശ്രമിക്കുക. അത് ഒരു നല്ല വ്യക്തിയുടെ ലക്ഷണമാണ്. ബ്രേക്കിന് പോയാൽ നീണ്ട സമയത്തേക്ക് അപ്രത്യക്ഷമാകരുത്. ബ്രേക്കിന് പോയാൽ, ഉദാഹരണത്തിന് നിങ്ങൾ 1 മണിക്കൂറാണ് ബ്രേക്ക് എന്നുണ്ടെങ്കിൽ കൃത്യമായി 1 മണിക്കൂറിൽ തന്നെ തിരിച്ചെത്താനായി ശ്രമിക്കുക. എപ്പോഴും ലൈറ്റായിട്ട് വരുന്നത് ഒരിക്കലും നല്ല കാര്യമല്ല. എപ്പോഴെങ്കിലുമൊക്കെ ലേറ്റാകുന്നത് ഓക്കെയാണ്. പക്ഷേ ചിലരൊക്കെ ഉണ്ട് എപ്പോഴും ലേറ്റായി മാത്രം ബ്രേക്കിന് പോയാൽ തിരിച്ചു വരുന്നവർ. ഒരിക്കലും ഇത് ഒരു നല്ല കാര്യം അല്ല. പാൻട്രി, വാഷ്റൂം എല്ലാം വൃത്തിയായി ഉപയോഗിക്കുക. വാഷ്റൂമിൽ പോയാൽ എപ്പോഴും വൃത്തിയായി തന്നെ വാഷ്റൂം ഉപയോഗിക്കാനായി ശ്രമിക്കുക. നമ്മൾ എങ്ങനെയാണോ നമ്മുടെ വീട്ടിലെ വാഷ്റൂം യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഓഫീസിലായാലും യൂസ് ചെയ്യാനായി ശ്രമിക്കുക. ഒരിക്കലും വെള്ളം തുറന്നിട്ട് പോകുക, അല്ലെങ്കിൽ എപ്പോഴും അവിടെ വേസ്റ്റുകൾ കൊണ്ടിടുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. നമ്മൾ വീട്ടിലെ വാഷ്റൂം എങ്ങനെയാണോ നോക്കുന്നത് അതുപോലെ തന്നെ ഓഫീസിലെ വാഷ്റൂം നോക്കാനായി ശ്രമിക്കുക. സഹപ്രവർത്തകരുടെ വിജയത്തെ അഭിനന്ദിക്കുക. മറ്റുള്ളവരുടെ വിജയത്തിൽ പങ്കാളികളാകുക. അവരുടെ വിജയത്തെ അഭിനന്ദിക്കുക. ഇത് എപ്പോഴും ഒരു നല്ല വ്യക്തിയുടെ ലക്ഷണമാണ്. വ്യക്തിപരമായ കാര്യങ്ങൾ ആരോടും പറയേണ്ടതില്ല. ഒരിക്കലും നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ ഓഫീസിലെ എല്ലാവരോടും പറയേണ്ടതില്ല. എപ്പോഴും എല്ലാവരുമായി ഒരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നത് തന്നെയായിരിക്കും ഏറ്റവും നല്ലത്. ഒരിക്കലും അമിതമായി നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾ എല്ലാവരോടും പറഞ്ഞു നടക്കാൻ പാടുള്ളതല്ല. അത് ഒരിക്കലും നല്ല ഒരു ശീലം അല്ല. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട. മറ്റൊരു നല്ല വിഷയവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.